സോ ഹലോ ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും റോളർ ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയുടെ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ വേറെ നില ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആവുന്ന വീഡിയോ തന്നെയാണ്. വേറെ നില ഗൈസ്, നമ്മൾ ഓൾഡ് ആയിട്ടുള്ള പ്ലേസ്, അതായത് നമ്മുടെ സീനിയേഴ്സ് പ്ലേസ് ഇപ്പോൾ നിലവിൽ ആക്റ്റീവ് ആണോ അല്ലേക്ക് എന്നാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ചെക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. അതായത് 2027 vs 2025 ആണ് ഗൈസ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനലും കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ മറക്കാതെ ഈ ഒരു ചാനലും കാര്യങ്ങളും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ഒരു 7 year old ഐഡിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് അതിൻ്റെ കളക്ഷൻസോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തന്നെ എൻ്റെ വാട്സപ്പിലോട്ടൊന്ന് കോൺടാക്ട് ചെയ്തേക്കുക. അതൊക്കെ താഴെ കാണാൻ പറ്റും നിങ്ങൾക്ക് വാട്സപ്പിലെ കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്തേക്കുക എൻ്റെ നമ്പറിലോട്ട്. അപ്പോൾ അത് വേറെ ഒന്നിനല്ല ഗൈസ്, നിങ്ങളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗൈസ്, ഈ നമ്മുടെ ഈ ചാനലും കാര്യങ്ങളൊക്കെ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ഈ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ ആദ്യത്തെ വീഡിയോ ക്ലിപ്പും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ ഗൈസ്, നമ്മൾ ആദ്യത്തെ വീഡിയോ ക്ലിപ്പ് നമ്മൾ ഓർഡറിലെ ലൈവ് സ്ട്രീമിൽ നിന്ന് എടുത്താണ്. നമ്മുടെ റൈഡ് ബണ്ടിലും കാര്യങ്ങളൊക്കെ ഇട്ടുകയും ചിലപ്പോൾ റൈസ് സ്റ്റാർ ആവും, ചിലപ്പോൾ റൈസ് സ്റ്റാർ ആവത്തില്ല. എനിക്ക് തോന്നുന്നു റൈസ് സ്റ്റാർ ആവാനാണ് ചാൻസ്. നിങ്ങൾക്ക് എന്ന് തോന്നിച്ചാൽ മറക്കാന്ന് കമൻറ്റ് ഇട്ടേക്കുക. അപ്പോൾ ഇതിലുള്ള ഈ ഒരു പ്ലെയർ ഐഡിയും കാര്യങ്ങളും നോക്കാൻ പോകും. അങ്ങനെ ഐഡിയും കാര്യങ്ങളൊക്കെ കോപ്പി ചെയ്ത് സെർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ബട്ട് അത് റൈസ് സ്റ്റാറും കാര്യങ്ങളൊന്നും അല്ല. ബട്ട് ഈ ഒരു പുള്ളിക്കാരന് 71 ലെവലുണ്ട്, അതായത് 71 ലെവലും പിന്നെ 30 ഡേയ്സായിട്ട് ആക്റ്റീവായിട്ട്. അപ്പോൾ ഈ ഒരു പുള്ളിക്കാരൻ ഇപ്പോൾ നിലവിൽ ആക്റ്റീവ് ആണോ ചോദിച്ചാൽ കറക്റ്റ് അറിയത്തില്ല. അപ്പോൾ ഈ ഒരു ബൂയപ്പാസും കാര്യങ്ങളൊക്കെ വന്നിട്ട് പുള്ളിക്കാരൻ കളിച്ചിട്ടുണ്ട്, പക്ഷേ അത്രയധികം കളിച്ചിട്ടില്ല. പിന്നെ ഹീറോയ്ക്കും ഗ്രാൻഡ് മാസ്റ്ററും കാര്യങ്ങളൊക്കെ അടിച്ചൊരു വെറുത്ത പ്ലെയറാണ്. 17 സീസൺ CS-ലും അതുപോലെ തന്നെ 16 സീസൺ നമ്മൾ BR-ലും അടിച്ചുള്ളൊരു പ്ലെയർ കൂടെയാണ്. അതുപോലെ തന്നെ എലൈറ്റ് പാസും കാര്യങ്ങളും നോക്കി എങ്ങനെ കാണാൻ പറ്റും. ബൂയപ്പാസും കളിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഓൾഡ് എലൈറ്റ് പാസും കളിച്ചൊരു പ്ലെയറാണ്. പക്ഷേ ഓൾഡ് ഫസ്റ്റ് എലൈറ്റ് മുതൽ കളിക്കുന്ന പ്ലെയർ അല്ല. പക്ഷേ 7 year old ഉണ്ട് ഈ ഒരു പുള്ളിക്കാരൻ. അത്യാവശ്യം വാർത്തയുള്ള കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നാൽ കൂടെ കുഴപ്പമില്ലാത്തൊരു അക്കൗണ്ടാണ്. അതുപോലെ തന്നെ MIT ഉണ്ട് ഗൈസ് ആയിട്ട് വരുന്നത്. അപ്പോൾ തന്നെ നമ്മൾ അക്കൗണ്ട് എന്ന് പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് ഐഡിയും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ നമ്മുടെ ഒരു ഗെയിമറാണെങ്കിൽ നല്ല രീതിക്ക് ഫൈറ്റും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ ഫാക്ടറിയുടെ ഭാഗത്തായിട്ട് എനിമീനെ സ്പോട്ട് ചെയ്ത് നേരെ നമ്മുടെ ഒരു ഗെയിമർ, അതായത് ആ ലൈവ് സ്ട്രീം ഇടുന്ന ഒരു പുള്ളിക്കാരൻ നേരെ ഒരു എനിമീസിനെ തപ്പിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ പുള്ളിക്കാരൻ താഴത്തായിട്ട് എനിമീനെ സ്പോട്ട് ചെയ്ത് ഒരു കണ്ടെയ്നറിൻ്റെ അവിടെയൊക്കെ ആയിട്ട് എനിമീനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രീതിക്ക് ഹെഡും കാര്യങ്ങളും കൊടുത്ത് ഒരുത്തനെ നോക്കിയിട്ടു. ബട്ട് ഒരുത്തരും പാടുണ്ട് അവിടെ അവരുടെ ടീംമേറ്റ് ആണ് തോന്നുന്നത്. ഈ ഡാമേജ് കൊടുത്ത് നമ്മളെ പുള്ളിക്കാരൻ നല്ല രീതിക്ക് ഹെൽത്തും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു പുള്ളിക്കാരൻ്റെ ടീംമേറ്റിൻ്റെ ഐഡിയ നമ്മൾ നോക്കാൻ പോകുന്നത് ഇയാളെ കൊല്ലുന്നല്ല, ഇയാളുടെ ടീമിൻ്റെ ഐഡിയും കാര്യം, അതായത് ഈ ഒരു പ്ലെയറിൻ്റെ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയർ ഐഡിയും കാര്യം നമ്മൾ ചെക്കൗട്ട് ചെയ്യാൻ നോക്കുക. കോപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നേരെ സെർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ പുള്ളിക്കാരൻ ഇപ്പോൾ നിലവിൽ ആക്റ്റീവ് ആണെന്ന് വെച്ചാൽ 17 hour ആയിട്ടുണ്ട്. നിലവിൽ ആക്റ്റീവ് ഉള്ളൊരു പ്ലെയർ കൂടിയാണ്. അതുപോലെ തന്നെ ബൂയപ്പാസും കാര്യങ്ങളൊക്കെ കളിച്ചിട്ടുണ്ട്. എന്താവും നോക്കുക വെച്ചാൽ ഒരു പുള്ളിക്കാരൻ്റെ അക്കൗണ്ട് അത്യാവശ്യം വാർത്തയുള്ളൊരു ഹെഡ് നമ്മുടെ അറിയാമല്ലോ ജോക്കറിൻ്റെ. അതുപോലെ തന്നെ ഹീറോയ്ക്കും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ആ ഒരു പുള്ളിക്കാരൻ 17 year മുൻപ് അല്ല 17 തവണ ഹീറോയ്ക്ക് അടിച്ചിട്ടുണ്ട്. CS-ൽ 4 തവണ. അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത അക്കൗണ്ടും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എത്ര ഓൾഡായിട്ട് കളിക്കുന്ന പ്ലെയറാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടേക്കട്ടെ ഗൈസ്. നിങ്ങൾ എത്രത്തോളം ഓൾഡായിട്ട് കളിക്കുന്ന പ്ലെയറാണെങ്കിൽ മറക്കാതെ കമൻറ്റ് ഇട്ടേക്കുക. അതുപോലെ തന്നെ ലൈറ്റ് പാസും ബൂയപ്പാസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ലൈറ്റ് പാസ് അത്യാവശ്യം കളിക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ്. ലൈറ്റ് പാസും ബൂയപ്പാസും കാര്യങ്ങളൊക്കെ കളിച്ചിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഒരു പുള്ളിക്കാരൻ അത്യാവശ്യം ഓൾഡായിട്ട് അതിഥി കളിച്ചതിന് പ്ലെയർ തന്നെയാണ്. നിങ്ങൾക്ക് കണ്ടത് തന്നെ മനസ്സിലാവും. പിന്നെ പണ്ടത്തെ എണ്ണിയ പുള്ളിക്കാരൻ ഒരുപാട് എലൈറ്റ് പാസും ബൂയപ്പാസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എലൈറ്റ് പാസ് എടുത്തിട്ടുണ്ട്, ബൂയപ്പാസ് അല്ല സോറി എലൈറ്റ് പാസ് എടുത്തൊരു പ്ലെയർ കൂടിയാണ്. അത്യാവശ്യം വാർത്തയുള്ള ഒരു ഐഡിയ ആണ് ഗൈസ്. 75 ലെവൽ പ്ലസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. 1000 സംതിങ്ങോളം ലൈക്കും കാര്യങ്ങളുണ്ട്. 10,000-ഓളം സംതിങ് ലൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം വാർത്തയുള്ള ഒരു ഐഡിയയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇനി നമുക്ക് നേരെ നമ്മൾ അടുത്ത ഐഡിയയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മളൊരു ഗെയിമറാണെങ്കിൽ പീക്കിൽ നൈസാണ് ക്യാമ്പും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കില്ലും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് 4 കില്ലോളം എടുത്തിട്ടുണ്ട് ആ ഒരു പുള്ളിക്കാരൻ. അപ്പോൾ ആ ഒരു പുള്ളിക്കാരൻ നേരെ താഴ്ത്തുന്നൊരു എനിമിയും കാര്യങ്ങളൊക്കെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അവനാണ് ഇതിൻ്റെ മേലോട്ട് വരാൻ വേണ്ടി ആ ഒരു പുള്ളിക്കാരൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് അറിയത്തില്ല. അങ്ങനെ ഒരു പുള്ളിക്കാരൻ വരണവരെ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഗൈസ്. നമ്മുടെ വീട് നോക്കുകയാണെങ്കിൽ പുള്ളിക്കാരൻ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആ വെയിറ്റ് ചെയ്യുന്ന നേരം കൂടി നിങ്ങൾ മറക്കാതെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നതിന് മറക്കാതെ സബ് ചെയ്തേക്കുക. അപ്പോൾ നമ്മളൊരു ഗെയിമറാണ്, അവനെ അടിക്കാൻ നോക്കി. ബട്ട് നമ്മളെ ഗെയിമർ നൈസായിട്ട് പാടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലുള്ള ഈ ഒരു പെണ്ണുമ്പിള്ളയുടെ ഐഡിയും കാര്യങ്ങളും ജസ്റ്റ് ചെക്കൗട്ട് ചെയ്യാൻ പോകുന്നതാണ്. ഐഡിയും കാര്യങ്ങളും കോപ്പി ചെയ്ത് നേരെ സെർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ 30 days ആയിട്ടുണ്ട്. 30 days എന്ന് പറഞ്ഞാൽ നിലവിൽ ആക്റ്റീവ് ആവാത്ത പ്ലേസിനെ കാണിക്കാറ്. ജസ്റ്റ് നമുക്ക് ചെക്കൗട്ട് ചെയ്ത് നോക്കി എന്തായാലും എന്താണ് ഈ പുള്ളിക്കാരുടെ അവസ്ഥ. ഓൾഡായിട്ട് അയോട്ടോ ഇട്ടിട്ടുണ്ട്. അയോട്ടോനെ അറിയാത്ത ആരും ഉണ്ടായില്ലെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതായത് ഈ പുള്ളിക്കാർ ഓൾഡായിട്ട് കളി നിർത്തിയവരാകാവുന്ന ചാൻസ് കൂടുതൽ. അതുപോലെ തന്നെ ഹീറോയ്ക്കോ മാസ്റ്ററോ കാര്യങ്ങളൊന്നും അടിച്ചിട്ടില്ല. CS-ലായാലും BR-ലായാലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു അക്കൗണ്ടാണ്. അത്യാവശ്യം കുഴപ്പമില്ല, അത് നല്ല അത്ര മെച്ചല്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഓൾഡായിട്ട് ഒരുപാട് എലൈറ്റ് പാസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കുറച്ചൊക്കെ ഓൾഡുള്ള
ഷർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പെട്ടെന്ന് ഫ്രീ ആയി കിട്ടിയതാവാൻ ചാൻസ് കൂടുതൽ. അപ്പോൾ ഇതാണ് ആ പുള്ളിക്കാരൻ്റെ അക്കൗണ്ട്. എലൈറ്റ് പാസോ ബൂയ പാസോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല ഗൈസ്. സുബി എന്നാണ് ആ പുള്ളിക്കാരൻ്റെ പേര്. അപ്പോൾ ഞാനിപ്പോൾ ഈ കാണിച്ച ഐഡീസിൽ നിങ്ങൾ ആരുടെയെങ്കിലും ഐഡീസൊക്കെ ഉണ്ടെങ്കിൽ മറക്കാവുന്ന കമൻറ്റ് ഇടണേ. അതുപോലത്തെ 46 ലെവലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നേരത്തെ മുന്നത്തെ ഒരു വീഡിയോയിലാണെങ്കിൽ ഒരു പുള്ളിക്കാരൻ ഞാൻ ഇങ്ങനെ ചെയ്ത സമയത്ത് ആ പുള്ളിക്കാരൻ്റെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ കമൻറ്റ് ഇട്ടിട്ടായിരുന്നു. അതുപോലെ നിങ്ങൾ ആരെങ്കിലും അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഞാൻ ഇതേപോലെ കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാവുന്ന കമൻറ്റ് ഇട്ടിട്ട് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇത്ര എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക, അതായത് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ വീഡിയോ കൂടുതൽ ലൈക്ക് അടിച്ചേക്കുക ഗൈസ്, മറക്കാതെ ലൈക്ക് അടിച്ചേക്കുക. അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം മറക്കാതെ നിങ്ങളൊന്ന് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ 7 year old ആയിട്ടെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്തേക്കട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണാം ഗൈസ്.